അപ്പോൾ ഇന്ന് ട്യൂസ്ഡേ ആണല്ലോ. അപ്പോൾ ഇന്ന് ട്യൂസ്ഡേ ഇവിടെ വന്നിട്ട് റെഡ് കളറാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാനിന്ന് റെഡ് കളർ ഇട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഈ റെഡ് കളറ് ഇട്ട് നമ്മൾ എപ്പോഴും ആക്റ്റീവായിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്കുണ്ടാകും. അപ്പോൾ ഈ മംഗള എന്ന് പറയുന്ന നക്ഷത്രം, അതായത് ചൊവ്വയുടെ കാര്യം പറയുമ്പോൾ ചൊവ്വയുടെ കളറ്, അതായത് ഇംഗ്ലീഷിൽ മാർസിൻ്റെ ദിവസമാണ് ട്യൂസ്ഡേ. അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ മംഗളയാൻ അതുപോലെ തന്നെ നമ്മൾ ഇത് ചൊവ്വയിലേക്ക് ഗ്രഹത്തിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന ലോകത്തു നിന്ന് അതുപോലെ എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നു. എന്നാലും ഇന്നും ചൊവ്വയെ ഭയപ്പെടുന്ന പലരുമുണ്ട്. പ്രത്യേകിച്ച് ചൊവ്വാദോഷം കൊണ്ട് വിവാഹം കഴിയാത്തവരും ചൊവ്വാദോഷം കൊണ്ട് അവർക്ക് തക്കതായ അഭിവൃദ്ധിയൊന്നും ഇല്ലാതാകുന്നു എന്നൊക്കെയുള്ള ചിന്തയും, അങ്ങനെ വളരെ പ്രയാസപ്പെടുന്ന പല മക്കളെയും അറിയാം. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ. എങ്കിലും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്, എനിക്ക് കുറച്ച് വർഷങ്ങളായിട്ട്, നേരത്തെ അറിയില്ല, കുറച്ച് വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരു സ്ത്രീ. അവർ ISROയിൽ സയൻറ്റിസ്റ്റായിരുന്നു. അവർ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലുള്ളവരാണ്. അപ്പോൾ അവർക്ക് വിവാഹത്തിന് നോക്കി അവസാനം എന്തായെന്ന് ചോദിച്ചാൽ ഈ ചൊവ്വാദോഷം കാരണം അവർക്ക് വിവാഹം നടന്നില്ല. ചൊവ്വാദോഷം ഉള്ള പയ്യനെ കിട്ടാതെ കല്യാണം കഴിച്ചാൽ അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ചൊവ്വാദോഷത്തിലുള്ള പയ്യനെ കിട്ടിയില്ല. ഫൈനലി അവർ വിവാഹം കഴിച്ചില്ല, വിവാഹം നടന്നില്ല. ഇപ്പോൾ അവർ സർവീസിൽ നിന്ന് റിട്ടയർമെൻറ്റുമായി അവരും അവരുടെ അമ്മയും മാത്രമാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, അവർക്ക് കുറച്ചുകൂടെ ഒരു ഓപ്പണായിട്ടുള്ള ഒരു കോണ്ടാക്റ്റോ അല്ലെ അങ്ങനെയുള്ള ചിന്താഗതിയോ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു സർട്ടൻ സ്റ്റേജ് കഴിയുമ്പോൾ വിവാഹം കഴിക്കാമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അവരൊരു സയൻറ്റിസ്റ്റാണ്. ഈ ISRO തന്നെയാണ് ഈ മംഗളയാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവർ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അത് സക്സസ് ആകാൻ വേണ്ടിയിട്ട് അവരൊക്കെയും വളരെ കഷ്ടപ്പെട്ടും അവരുടെ ഡെഡിക്കേറ്റ് ചെയ്ത് അവരുടെ ജീവിതം ഇതെല്ലാം ചെയ്ത് അവർ ചെയ്യുന്നുണ്ട്. പ്രോജക്റ്റ് സക്സസ് ആണ്, പക്ഷേ അവരുടെ ജീവിതം സക്സസ് ആയില്ല. കാരണം എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസം തന്നെ നമ്മൾ പറയേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ബലഹീനതയെന്ന് പറയാം. അങ്ങനെ അവരുടെ ജീവിതത്തെ തന്നെ ഓർക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ മാർസ് എന്ന് പറയുന്ന ആ നക്ഷത്രത്തിൻ്റെ ദിവസമാണ്, നക്ഷത്രമാണോ ആ ഗ്രഹത്തിൻ്റെ ദിവസമാണ് ചൊവ്വ, അതായത് ട്യൂസ്ഡേ. അതായത് മാർസിനെ വന്നിട്ട് ഇംഗ്ലീഷ് വേറെ മെത്തോളജിയിലൊക്കെ പറയുന്നത് ഗോഡ് ഓഫ് വാർ എന്നാണ്. അപ്പം ഈ ന്യൂമറോളജി പ്രകാരം നോക്കിയാലും ഈ ഗോഡ് ഓഫ് വാർ, അപ്പം എപ്പോഴും ഒരു വലിയ ശക്തിയും എനർജിയും ഉള്ള ഒരു ദിവസമാണ് ചൊവ്വാഴ്ച. നമ്മൾക്ക് കാണാമല്ലോ, ഹോസ്പിറ്റലുകളിൽ മിക്കവാറും സർജറി എല്ലാം ട്യൂസ്ഡേ ആണ് ചെയ്യുന്നത്. എനിക്കറിയില്ല അതെന്തുകൊണ്ടാണെന്ന്, പക്ഷെങ്കിൽ 90% ട്യൂസ്ഡേ ചെയ്യും, അല്ലെ ഫ്രൈഡേ ചെയ്യും. അപ്പം അവർ വേറുള്ള ദിവസങ്ങളിൽ സർജറി ചെയ്യാറില്ല. അതിൻ്റെ കാരണം അറിയില്ല. എങ്കിലും അത് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത് നന്നായിരിക്കുമെന്ന് വിചാരിക്കുന്നു. എനിവേ ട്യൂസ്ഡേ നല്ല ദിവസമാണ്. മംഗള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നല്ല കാര്യം. മംഗളകാര്യങ്ങളെന്ന് പറഞ്ഞാൽ അത് ഏറ്റവും നല്ല കാര്യങ്ങളെന്നാണല്ലോ. അപ്പം ശുഭകാര്യങ്ങൾ, മംഗളമെന്ന് ശുഭകാര്യങ്ങൾ. അപ്പം എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. എല്ലാ ട്യൂസ്ഡേയും നന്നായിരിക്കട്ടെ. എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ പറയുമ്പോൾ ഹിന്ദു വിശ്വാസപ്രകാരം സുബ്രഹ്മണ്യൻ, അതായത് മുരുകൻ്റെ ദിവസമാണ് ട്യൂസ്ഡേ. മുരുകനിൽ ഭക്തിയുള്ളവർക്ക് ചൊവ്വാഴ്ച ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കാം. അത് പ്രത്യേകം നിങ്ങൾക്കൊക്കെ അനുഗ്രഹം ലഭിക്കും എന്നാണ് വിശ്വാസം. അപ്പം ട്യൂസ്ഡേ വന്നിട്ട് എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാദിനം ആശംസിക്കുകയാണ്. ബൈ ടു ഓൾ.
എന്തെങ്കിലും തെറ്റ് ഞാൻ പറഞ്ഞതിലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കണം. അത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മിതമായ അറിവ് വെച്ച് പറഞ്ഞിരിക്കുന്നതാണ്. എന്തായാലും ട്യൂസ്ഡേ വന്നിട്ട് നല്ല ദിവസമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ക്രിസ്ത്യാനിറ്റിയിൽ സെൻറ്റ് ആൻ്റണിക്ക് ട്യൂസ്ഡേ ആണ് പറയുന്നത്. അത് അങ്ങനെ പല ഇതിലും വിശ്വാസപ്രകാരം എനിക്ക് മറ്റുള്ള റിലീജിയൻ്റെ അറിയത്തില്ല. എന്തായാലും നമുക്ക് നല്ല ദിവസം ആശംസിക്കാം. ബൈ ടു ഓൾ. ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം പ്ലീസ്.